സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹത്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ വിനുടരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാൽ ഗുരുഭവനപുരീഹന്തഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ വാമനാവതാരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാമന ചരിതം തുടർന്ന് പറയുകയാണ്. ബ്രഹ്മചാരിയുടെ ആ ഒരു വേഷം ഭഗവാൻ തന്നെ എടുത്തു, നാലികയൊക്കെ മറിച്ച് സാധാരണ ഒരു ബ്രഹ്മചാരി കുട്ടി. ഞാൻ പോക്കിനെ വർണ്ണിക്കുകയാണ് മഹാബലിയുടെ യജ്ഞശാലയിലേക്ക്. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം വാഭൃണ്ണദേവചരണീഞ്ജലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദദാനോ ദണ്ഡഞ്ജദാനവചനേ ശിവസന്നിധാതും. ആ പോക്കിനെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഭാവി മഹിമോചിത ഗൗരവം. ഇപ്പോൾ ഒരു ചെറിയ ബ്രഹ്മചാരി കുട്ടിയാണ്. പക്ഷേ ഭാവിയിൽ കാണിക്കാൻ പോകുന്നതോ 2 അടി കൊണ്ട് 3 ലോകം അളക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ ഒന്നുവരെ? ഇനി കഴിയൂല. അപ്പോൾ ഭാവി മഹിമ, ഭാവിയിൽ കാണിക്കാൻ പോകുന്നത് ഒരു വലിയ മഹിമയാണ്, വലിയൊരു ഇന്ദ്രജാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനെ കാണിക്കുന്ന വിധത്തിൽ ഇപ്പം ഞാൻ ഇവിടെ കാണുമ്പോൾ ഒരു കുട്ടിയാണ്, സത്യത്തിലോ കുട്ടിയൊന്നും അല്ല കേട്ടോ എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് എന്ന് തോന്നും. കണ്ടാൽ തന്നെ തോന്നും ഒരു സാധാരണ ബാലകനല്ല, ബാലനല്ല. ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വ്യാവൃണ്ണത ഇവ. മുൻകൂട്ടി തന്നെ വെളിവാക്കുണ്ട്, കുട്ടിയായിട്ട് കരുതണ്ടാണ് പറയുന്ന പോലെ, വിളിച്ചു പറയുന്നത് പോലെ. ഭാവി മഹിമോചിത ഗൗരവം, ഭാവിയിൽ കാണിക്കുന്ന ആ ഗൗരവത്തെ വെളിവാക്കിക്കൊണ്ട് ഗാത്രേണ ധരണീഞ്ചലയൻ, ഭൂമി എങ്ങനെ കുലുക്കുന്നുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ് അത് പ്രകടിപ്പിച്ചത്? ഭാവിയിൽ കാണിക്കുന്ന ഗൗരവം എങ്ങനെ പ്രകടിപ്പിച്ചു എന്നാണെങ്കിൽ ധരണീം ചലയൻ, ഭൂമിയെ കുലുക്കിയിട്ട് തന്നെ, അല്ലാണ്ട് എന്താ. കാരണം ഭാരേണകാംസന്നമയൻ പതേ പതേ, അദ്ദേഹത്തിൻ്റെ ഭാരം കൊണ്ട് ഭൂമി വന്നിട്ട് ഇങ്ങോട്ട് കാലിലേക്ക് നമസ്കരിക്കുകയാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ഭൂമിയെ ഇങ്ങനെ താഴ്ത്തുന്നുണ്ട് എന്നാണ്. താഴുക, ഒരാൾ നടക്കുമ്പോൾ ഭൂമി താഴുമോ സാധാരണ നിലയ്ക്ക്? പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലാണ്ടായത്. ഗാത്രേണ ധരണീം ചലയൻ, ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട് പരോഷ്മ തിരണാർത്ഥം ഇവ, ശത്രുക്കളെ തടുക്കുവാൻ എന്ന് തോന്നുമാറ്, ശത്രുക്കളെ ജയിക്കാൻ എന്ന് തോന്നുമാറ് എന്ത് പഠിച്ചു? കൊട പിടിച്ചു. ഛത്രം, കൊട. എൻ്റെ അടുത്തേക്ക് ശത്രുക്കൾക്കൊന്നും പ്രവേശനമില്ല, അടുപ്പിക്കില്ല ഞാൻ എന്ന് കാണിക്കുന്നത് പോലെ കൊട അങ്ങനെ പിടിച്ചിട്ടുണ്ട്. കൊടയുണ്ട് ഇപ്പോൾ ഒന്നും തടുക്കാൻ പറ്റിയിട്ടല്ല, പക്ഷെ അങ്ങനെ തോന്നും. ഉപമയാണ്. ആ കൊട പിടിച്ചിരിക്കുന്നത് എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്കൊന്നും വരാൻ സാധ്യമല്ല എന്ന് വിളിച്ചു പറയുന്ന വിധത്തിൽ ആ കൊട ഒരു തടമായിട്ട്, രക്ഷയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നതും. ദാനവചനേഷു സന്നിധാതിം, ദാനവചനം ആസുരൻ, ആസുരന്മാരിൽ പ്രയോഗിപ്പാൻ എന്ന വിധം ഒരു വടിയുണ്ട് എന്ന് പറഞ്ഞു ഇന്നലെ. വടി ഇങ്ങോട്ട് വരും, കാണിച്ചു തരാം, ദാ ഇതുകൊണ്ട് നിങ്ങളെല്ലാം ശിക്ഷിക്കും. ദണ്ഡഞ്ചദാനവചനേഷു സന്നിധാതും ഇവ. ആ അസുരന്മാരെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ എന്ന ഭാവത്തിൽ വടി കയ്യിൽ പിടിച്ചിട്ട്. കുട്ടികളെയൊക്കെ നമ്മൾ പേടിപ്പിക്കുക എങ്ങനെയാണ്? വടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, നോക്കിക്കോ, ദാ വേണി വന്നാൽ ഞാൻ ഇത് പ്രയോഗിക്കും എന്ന രീതിയിൽ ഈ ദണ്ഡം എപ്പോഴും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പോലീസുകാരുടെ കയ്യിലൊക്കെ ഒരു ലാത്തി ഉണ്ടാവില്ലേ? ഇപ്പോൾ ആ ലാത്തിയും കൊണ്ട് ഇപ്പോൾ ഗംഭീരന്മാരായിട്ടുള്ള ശത്രുക്കളെ നേരിടാൻ പറ്റുമൊന്നുമില്ല. പറ്റുമോ? തോക്കും കൊണ്ടും ആയുധം കൊണ്ടും കത്തിയും കൊണ്ടും വരണ ഒരു കള്ളനെ ഈ വടിയല്ല, അത് ഒരു ചിഹ്നം, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾക്ക് ചിലതൊക്കെ സാധിക്കും, അധികാരം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കാം, എന്നെ ആക്രമിച്ചാൽ തടുക്കും. ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് വടി, ഇത്രയേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ ആ വടിയും കൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ എല്ലാം സാധിക്കുക? ലാത്തിയും കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ലാത്തി ചാർജ് ചെയ്യാന്നേ ഉള്ളൂ. അതിനെയൊക്കെ മറികടക്കണില്ലേ? അപ്പോൾ അതൊരു ചിഹ്നം മാത്രമാണ്, വടി കൊണ്ടൊക്കെ സാധിച്ചിട്ടല്ല, അതൊരു ചിഹ്നമാണ്. അതാണ് ഇവിടെ ദാനഭജനേഷു സന്നിധാതും ഇവ ദണ്ഡം, അസുരന്മാരെ ഒതുക്കാൻ എന്ന രീതിയിലുള്ള ഒരു അടയാളമായിട്ടുള്ള വടി കയ്യിൽ പിടിച്ചുകൊണ്ടും ആദദാന, കയ്യിൽ പിടിച്ചുകൊണ്ട് ദിന്തിരുവടി നടകൊണ്ടു.
മറയായിട്ട് കുടപിടിച്ച് ശിക്ഷിക്കാൻ എന്ന അതിൻ്റെ ചിഹ്നമായി വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇങ്ങനെ ഇളക്കിയും കൊണ്ട് കമ്പനം കൊള്ളിച്ചുകൊണ്ട് ഭാവിയിൽ കാണിക്കാൻ പോകുന്ന മഹത്വത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അപാരമായ ഗൗരവം ഗാംഭീര്യം കൊണ്ട് ഭഗവാൻ മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് നടന്നു. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം വാവൃണ്ണതേ ബദരണീം ചലയന്നയാസി ധരണിയെ ചലിപ്പിച്ചുകൊണ്ട് ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദദാനോ കൊട ഒരു മറവായിട്ട് പിടിച്ചുകൊണ്ടും ദണ്ഡഞ്ചദാന ഭജനേ ശിവസന്നിധാതും അസുരന്മാരിൽ പ്രയോഗിക്കാൻ എന്ന രീതിയിൽ ദണ്ഡത്തെ കയ്യെ പിടിച്ച് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ പോക്ക് കാണേണ്ടതും വിവരിക്കേണ്ടതും തന്നെയാണ്. താം നർമ്മദോത്തരതടേകയമേതശാലാം ആസേതുഷി ത്വൈരുജാതവരുദ്ധനേത്രീ വർഷം കിമേഷദഗനോനു സനത്കുമാരോ യോഗീനുകോയമിതി ശുക്രമുഖേശങ്കേ. മഹാബലിയുടെ അടുത്ത് എത്തിയപ്പോൾ ഈ തേജസ് ഒരുപാട് ദൂരത്തേക്ക് കാണും. സൂര്യനുദിച്ചാൽ അവിടെ മാത്രമല്ലല്ലോ കാണുന്നത്, ചിലതൊക്കെ അങ്ങനെയാണ്. എത്രയോ ദൂരത്തേക്ക് പ്രകാശം ഇങ്ങനെ കാണുന്നു. നർമ്മദാ തീരത്ത് യജ്ഞശാലയിലേക്ക് വല്ലാത്തൊരു പ്രകാശം കടന്നു വരുന്നുണ്ട്. ആരെയിട്ട് കാണുന്നില്ല. ഇതിപ്പോൾ എങ്ങനെ ഈ പ്രകാശം ഉണ്ടാവുക? ഇത്ര നേരം ഉണ്ടായ പ്രകാശമല്ല, അത് ഉറപ്പാണ്. സൂര്യൻ പ്രകാശം വമിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. അതല്ല എന്നാൽ അത്ര പറയാമല്ലോ. അതിൻ്റെ പുറമേ ഒരു പ്രകാശം. അതിനൊരു കാര്യം വ്യക്തമായി, സൂര്യനേക്കാളും പ്രകാശമുണ്ട്. അല്ല വെച്ചപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഉള്ളപ്പോൾ വേറൊരു പ്രകാശം വന്നാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? കാരണം അതിനെ കവച്ച് വയ്ക്കാൻ ആർക്കും പറ്റില്ല. സൂര്യപ്രകാശത്തിനെ കവച്ച് വയ്ക്കാൻ ഏതെങ്കിലും പ്രകാശം ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായി സൂര്യനേക്കാൾ പ്രകാശമുള്ള വസ്തുവാണ്. അതെല്ലാവരും കണ്ടു. ഹയമേതശാല യജ്ഞശാലയിലേക്ക് വല്ലാത്തൊരു പ്രകാശം. പച്ച പകലാണ്, നോക്കണം, രാത്രിയല്ല. ഈ പകൽ ഇങ്ങനൊരു പ്രകാശം ഉണ്ടാവണം വെച്ചാൽ വളരെ അത്ഭുതമായിട്ടുള്ള പ്രകാശത്തിനേ കഴിയൂലേ. വെൽഡിങ്ങിൽ നിന്ന് ഉണ്ടാവുന്ന പ്രകാശം ചിലപ്പോൾ ഈ പകൽ നമുക്ക് മിന്നി തിളങ്ങണ് കാണാം. ഒരു ചെറിയ ടോർച്ചടിച്ചാൽ വല്ലതും ഉണ്ടാവുമോ? അപ്പോൾ അപാരമായ ഒരു പ്രകാശത്തിന് മാത്രമേ സൂര്യപ്രകാശത്തിനെ കവച്ച് വെച്ച് പ്രകാശിക്കാൻ പറ്റുള്ളൂ. അതിവിടെ ഉറപ്പായി. ഹയമേതശാല യജ്ഞശാല ആസേതുഷി തേരുജാതവരുദ്ധനേത്രൈ എല്ലാവരുടെയും കണ്ണ് മങ്ങി കുറച്ച് നേരത്തേക്ക് ഒന്നും കാണാനില്ലാണ്ടാവുക. അതിൽ പ്രകാശം കണ്ണിലിട്ട് വന്നാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ. കുറച്ച് നേരത്തേക്ക് മറ്റൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. കണ്ണൊക്കെ തിരുമ്പി നോക്കിയവർ ആസേതുഷി തൈരുച അങ്ങയുടെ പ്രകാശം കൊണ്ട് രുദ്ധനേത്രൈ കണ്ണ് മങ്ങി, കാഴ്ച മങ്ങലുണ്ടായി ഒരു നേരത്തേക്ക്. അപ്പം അവരൊക്കെ ചിന്തിച്ചു, ഭാസ്വാൻ കിമേഷദഹനോ, എന്താ ഇപ്പം നമ്മൾ ഈ കാണുന്നത്? വല്ലാത്തൊരു പ്രകാശം തന്നെ. ദഹനൻ അഗ്നിദേവനായിരിക്കുമോ, സനൽകുമാരനായിരിക്കുമോ, എന്നാൽ സൂര്യനായിരിക്കുമോ എന്നൊക്കെ ഓരോരുത്തർ ശങ്കിച്ചു എന്നാണ്. അഗ്നിദേവനെ ആണോ എന്ന് സംശയിച്ചപ്പോൾ ചിലർ പറഞ്ഞു അഗ്നിയൊന്നും അല്ലടോ ഇത്. അഗ്നിയൊക്കെ നമ്മളെപ്പോഴും കാണുന്നത്, അന്നലെയും കണ്ടു ഞാൻ അഗ്നിദേവനെ കേട്ടോ. അഗ്നിയെ നമ്മളെന്നും കാണും. ഇതിൻ്റെ എത്രയോ 100-100 അംശമില്ല അഗ്നിക്ക്. കണ്ടോര് പറയുമ്പോൾ വിശ്വസിക്കേണ്ടത് ഇത് അഗ്നിയല്ല, ഉറപ്പാണ്. അതിൻ്റെ ഇരട്ടി 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 എന്ന് പറഞ്ഞാൽ അത്രയും നിശ്ചയില്ലാത്ത തേജസ്സാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് അഗ്നിയല്ല. ദഹനോ ദഹനനല്ല. സനൽകുമാരാദികൾ തേജസ്വികളാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈശ്വരാംശം തന്നെയാണ് അവരെ. ധനകൻ ധനാധനൻ ധനന്തൻ ധനകുമാർ ആയിക്കൂടെ എന്നാണെങ്കിൽ ആവാൻ വയ്യ. കാരണം ഒരു കാരണമുണ്ട്, അവർ 4 ആൾ കൂടിയിട്ടേ നടക്കൂ. എപ്പോഴും അതെ. അതിനാണ് സനകാദികൾ. ഇവിടെയോ ഒരാളേ ഉള്ളൂ. ആൾ വരുന്നത് കണ്ടപ്പോൾ ഒരാളെ കാണാറുള്ളൂ. ഒരാൾ വരുമ്പോൾ എങ്ങനെ സനകാദികളാവുക? അനകാദികളോ അല്ല. സൂര്യനായാലോ, സൂര്യൻ ആകാശത്തിന് താഴത്തേക്ക് വരികയെ എന്ത് വെഡിത്താഹി പറയണം. ഇവിടെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ ചുട്ടിട്ട് ഇരിക്കുകയ്യ വേനൽക്കാലത്ത്. അപ്പോൾ ആകാശത്ത് കൂടെ പോണ സൂര്യൻ താഴത്തേക്ക് വന്ന അത്രയൊന്നും കോലാഹലം ഉണ്ടായാൽ പോരാ. അതുകൊണ്ട് സൂര്യനാവാൻ സാധ്യതയില്ല. സൂര്യൻ ആകാശത്ത് കൂടെ പോവുക. അതെങ്ങനെ ഭൂമിയിലേക്ക് വരിക? പ്രകൃതിയിൽ അത്യധികം വിരുദ്ധമായിട്ട് അങ്ങനെ സംഗതി ഉണ്ടാവുമോ?
ആണ്ട് യുക്തി ആലോചിക്കുമ്പോൾ സൂര്യനല്ല, തലക്കുമാരാദികളല്ല, അവർ 4 ആളുണ്ടാവും. അഗ്നിദേവനോ ഹേയ് ഇതിൻ്റെ എത്രയോ അംശത്തിലൊന്നേ അഗ്നിക്ക് പ്രകാശമുള്ളൂ, ഭഗവാനൊക്കാൻ സൂര്യനൊക്കോ അഗ്നിദേവനൊക്കോ? ശരിയാണല്ലോ. പിന്നെ ആരാ? യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ, ശുക്രാദികളാൽ, ശുക്രാചാര്യൻ അസുരന്മാരുടെ ആചാര്യനാണ്, അവരടക്കമുള്ളവരാൽ ശങ്കിക്കപ്പെട്ടുകൊണ്ടിരിക്കേ ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു. നിങ്ങളൊന്നും ഇനി തർക്കം വേണ്ട, അത് ഞാനാ എന്ന് വിളിച്ചു പറയുന്ന വിധം അതീവ തേജസ്വിയായിട്ട് മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ആ മഹാബലി ആ വാമനമൂർത്തിയെ സ്വീകരിക്കണ വിധം, എന്താ വേണ്ടത് എന്ന് ചോദിക്കൽ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.